എന്നാ സുധി നീ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ലാട്ടാ. ഒന്നുമില്ലാതെ ഇങ്ങനെ ഈ കൂമ്പല കിടക്കി ഇരിക്കുന്നത്. എന്തെല്ലോ ടെൻഷൻ ഉണ്ട്, ആവശ്യമില്ലാത്ത ടെൻഷനാട്ടോ മനസ്സിൽ. പറഞ്ഞ ഏട്ടനാണെങ്കിൽ ദേഷ്യവും വരും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്, മടുപ്പ് വരെയാണ്. ഇത്ര ടെൻഷൻ തലവേദന എടുക്കുന്നുണ്ടാ? തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര തലവേദന തന്നെ. എന്തെല്ലോ തന്നെ എനിക്കറിയാം. ഞാൻ പറഞ്ഞ ഏട്ടനാണെങ്കിൽ ദേഷ്യം വരും. എന്നാലും പറയാം. എനക്ക് വലിയ നിർവ്വഹമൊന്നുമില്ല, വേണേ പറഞ്ഞാൽ മതി. പറയാൻ കഴിയാൻ പറഞ്ഞാൽ മതി. എന്താ ഏട്ടാ, കുറേ നാളല്ലേ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു വാച്ച് അവർ ആവുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് 1000 വാച്ച് അവർ ആവുന്നില്ല. വാച്ച് അവർ ഇനി ആവണമെങ്കിൽ 10-60 വയസ്സാവേണ്ടി വരും. എനിക്ക് അതെല്ലാം ഓർത്തിട്ട് ആകെ ടെൻഷൻ തന്നെ. എനിക്ക് അന്നേരം തോന്നി നിന്റെ യൂട്യൂബും കൊണ്ട് ഇവിടെ വാച്ചവറും ടീച്ചവറും മറ്റേ സബ്സ്ക്രൈബറും കൊണ്ട് തന്നെ നിനക്ക് ഈ തലവേദന എപ്പോൾ ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലായി. എപ്പോൾ ഇല്ല സ്വഭാവമാണ് നിന്റെ ഈ സ്വഭാവം. എന്തെങ്കിലും ടെൻഷൻ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കായി ഇരുന്നോ, നല്ല ഓണം ഇരുന്നോ. എൻ്റെ ഏട്ടാ പിന്നെ അതൊരു ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ അത്രയും കഷ്ടപ്പെട്ട് എന്തെങ്കിലും വീട്ടിൽ വെറുതെ കുഞ്ഞിനെ നോക്കി ഇരിക്കുമ്പോൾ യൂട്യൂബ് തുടങ്ങി. വരുമാനം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, എന്നാലും ഒരു വരുമാനം കിട്ടിയ സന്തോഷമല്ല. അതുകൊണ്ട് അപ്പോഴത്തേക്കും വാച്ച് അവർ കൂടണമെന്ന് വിചാരിച്ച് അത് കൂടുന്നുമില്ല. അത് കൂടിയാലേ വരൂല്ലോ പൈസ. അതോ ഓർത്തിട്ടാ ടെൻഷൻ. ഇല്ല സ്വഭാവമാണ് നിന്റെ ഈ സ്വഭാവം. എന്തെങ്കിലും ടെൻഷൻ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കായി ഇരുന്നോ, നല്ല ഓണം ഇരുന്നോ. എന്നാലും നമുക്ക് ഈ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ചെറിയൊരു വരുമാനം മാക്സിമം ഞാൻ വീഡിയോയിൽ ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷെ വാച്ച് അവർ ആവുന്നില്ല, അതായിരിക്കും ടെൻഷൻ. അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷൻ. എൻ്റെ ഏട്ടാ, എൻ്റെ ഫോണിൽ റീചാർജും കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമാണ്. ചെയ്യണമെങ്കിൽ മൊബൈലിൽ പൈസ വേണ്ടേ? ഒരു ഉറുപ്പ്യ പോലും ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. റീചാർജും കഴിഞ്ഞു. ഞാൻ വെച്ചാൽ എന്നെ അതിൽ കുറേ നാൾ പോകുന്നു. ഇത് ആഴ്ചക്ക് റീചാർജ് ചെയ്യുന്ന കണക്കാണ്. ഭ്രാന്ത് മനുഷ്യന്, മൊബൈലും തൊങ്ങും. പിന്നെ റീചാർജ് ചെയ്യണ്ടേ? എത്ര നാളെ? 1 മാസം അല്ലേ പൈസ ഉണ്ടാവുമല്ലോ. 3 മാസം റീചാർജ് ചെയ്ത പൈസ ഉണ്ടാവില്ലുണ്ടാ? ഭ്രാന്ത് വരുന്ന നടന്ന്. ഇതാണ്, അവരവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ വിലയില്ലു. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ പോയിട്ട് എൻ്റെ മൊബൈൽ എടുത്തിട്ടുമ്പോ ഞാൻ റീചാർജ് ചെയ്ത് തരാം. ഇനി അതിന് തലവേദന എടുക്കണ്ട, സമാധാനം. മൊബൈലിൽ പൈസ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഇന്നലെ ഒരു 100 റുപ്യ ഉണ്ടായിരുന്നു. അത് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു. ഇപ്പോൾ എൻ്റെ ഫോണിൽ പൈസ ഇല്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാം, സ്വന്തമായിട്ട് ഒരു 10,000 റുപ്യ ഒരു സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് ഏട്ടൻ്റെ കയ്യിലേക്ക് തരണം എന്നൊരാഗ്രഹമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. 10,000 മതി, അതിന് വലിയ മോഹമൊന്നും എനിക്കില്ല. 10,000 റുപ്യ ഏട്ടൻ്റെ ശേഷം തരുന്നത്. എന്നിട്ട് ഏട്ടൻ അതിൽ നിന്ന് ഒരു 1000 റുപ്യ എടുത്തിട്ട് ഇതാ ബാക്കി നീ എടുത്തോ എന്ന് പറയണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് അന്നേരം മനസ്സിലായി, 10,000 നീ കൈമ കൊണ്ടു തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അതിൽ 1000 എടുത്തോന്ന് പറഞ്ഞല്ല, അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം. നിന്റെ സ്വഭാവം അനുസരിച്ച് 1000 കൂടെ നീ തരൂല, മനസ്സിലായി എനിക്ക്. അങ്ങനൊന്നുമില്ല കേട്ടാ. ഞാൻ ആ 10,000 ഏട്ടൻ്റെ തന്നാലേ 1000 റുപ്യ എടുത്തിട്ട് ബാക്കി നീ എടുത്തോന്ന് വെറുതെ പറഞ്ഞാണ്. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞാണ്.